തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭൂമിശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങളാണ്. അതിന്റെ കൂടെ നമ്മൾ ഡേറ്റിന്റെ പ്രത്യേകത, ഫസ്റ്റ് ഡേറ്റിന്റെ പ്രത്യേകത നമ്മൾ പറയാൻ പോകുന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. അങ്ങനെയാണെങ്കിൽ ലോക കാലാവസ്ഥ ദിനം മാർച്ച് 23. ലോക കാലാവസ്ഥ ദിനം മാർച്ച് 23. ലോക ബഹിരാകാശ ദിനം ഏപ്രിൽ 12. ലോക ബഹിരാകാശ ദിനം ഏപ്രിൽ 12. ലോക ബഹിരാകാശ ദിനം ഏപ്രിൽ 12. ഓക്കെ, ലോക ബഹിരാകാശ ദിനം ഏപ്രിൽ 12. എവറസ്റ്റ് ദിനം മെയ് 29. എവറസ്റ്റ് ദിനം മെയ് 29. എവറസ്റ്റ് ദിനം മെയ് 29. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക കാലാവസ്ഥ ദിനം മാർച്ച് 23. ലോക ബഹിരാകാശ ദിനം ഏപ്രിൽ 12. എവറസ്റ്റ് ദിനം മെയ് 29. ലോക സമുദ്ര ദിനം 8. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക മുള ദിനം സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18. ലോക മുള ദിനം സെപ്റ്റംബർ 18. ലോക മുള ദിനം സെപ്റ്റംബർ 18. ഈ പാണ്ടയുടെ ആഹാരം മുളയില. മുളയില. അടുത്ത് നാളികേര ദിനം സെപ്റ്റംബർ 2. നാളികേര ദിനം സെപ്റ്റംബർ 2. LGS ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഒരു മാസം ഒരു തെങ്ങിൽ എത്ര ഓല ഉണ്ടാവും? 1 ഓല. കേട്ടോ, പ്രീവിയസ് ചോദ്യമാണ്. ലോക ശാസ്ത്ര ദിനം നവംബർ 10. ലോക ശാസ്ത്ര ദിനം നവംബർ 10. ഇപ്പൊ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ആരുടെ? CV രാമൻ എഫക്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ലോക മൃഗദിനം ഒക്ടോബർ 4. ലോക മൃഗദിനം ഒക്ടോബർ 4. ഓഗസ്റ്റ് 20 എന്താ പ്രത്യേകത? കുതിര ദിനം. ലോക കൊതുക് ദിനം. കൊതുക് കേട്ടാ. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ഒന്നുകൂടെ. ലോക മുള ദിനം സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18. ലോക മുള ദിനം സെപ്റ്റംബർ 18. നാളികേര ദിനം അതാണ് സെപ്റ്റംബർ 2. ലോക ശാസ്ത്ര ദിനം നവംബർ 10. പർവ്വത ദിനം 11. ഡിസംബർ 11. എയ്ഡ്സ് ദിനം ഡിസംബർ 1. അതിന് ആ 11 ഒന്ന് എടുത്തു കളഞ്ഞ എയ്ഡ്സ് ദിനം. ഓക്കെ, ലോക മൃഗ ദിനം അതാണ് ഒക്ടോബർ 4. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ഓക്കെ, അന്താരാഷ്ട്ര മരുഭൂമി മരുവൽക്കരണ നിരോധന ദിനം സെപ്റ്റംബർ 17. ജൂൺ 17. അന്താരാഷ്ട്ര മരുഭൂമി മരുവൽക്കരണ നിരോധന ദിനം എന്ന് വെച്ചാൽ ജൂൺ 17. ഓക്കെ, അന്താരാഷ്ട്ര സാംസ്കാരിക വൈവിധ്യ ദിനം 22 മെയ് 21. അന്താരാഷ്ട്ര സാംസ്കാരിക വൈവിധ്യ ദിനം മെയ് 21. വേറൊരു പ്രത്യേകതയുണ്ട്. മെയ് 21 ഒരു പ്രധാനമന്ത്രി മരിക്കുന്നത് മെയ് 21. രാജീവ് ഗാന്ധി. എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനം. ഭീകരവാദ വിരുദ്ധ ദിനം മെയ് 21. ജൈവ വൈവിധ്യ ദിനം മെയ് 22. ജൈവ വൈവിധ്യ ദിനം മെയ് 22. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക ഹൃദയ ദിനം 21. സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14. ഓക്കെ, അടുത്ത് ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. അൽഷിമേഴ്സ് ദിനം അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. പ്രമേഹ ദിനം ഇത് തെറ്റില്ല, നവംബർ 14. പ്രമേഹ ദിനം നവംബർ 14. ചിൽഡ്രൻസ് ദിനം നവംബർ 14. ഓക്കെ, അടുത്ത ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്തോന്ന്?
ജൂലൈ 1. ജൂലൈ 1. അതൊക്കെ നമുക്കറിയാം. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. അന്താരാഷ്ട്ര ജലദിനം അന്താരാഷ്ട്ര ജലദിനം 20. മാർച്ച് 22. വന ജല കാലക്ഷയ ഇല്ല നാടകം. ഓക്കെ. അന്താരാഷ്ട്ര വനദിനമാണ് മാർച്ച് 21. പരിസ്ഥിതി ദിനം ജൂൺ 5. എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. ഓക്കെ. ലോക ഭൗമ ദിനം മെയ് 22. ഏപ്രിൽ 22. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. അന്താരാഷ്ട്ര വനവർഷം 2011. അന്താരാഷ്ട്ര വനവർഷം 2011. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഇന്ത്യയിലെ മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഓക്കെ. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്? ഏത് അവസ്ഥ? അർദ്ധദ്രാവകം അങ്ങനെയാണോ? ഖര അവസ്ഥ. അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ്? സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റാണ് കേട്ടോ. മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലം ഏത്? മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലം കാമ്പ് അഥവാ കോർ. കാമ്പ്. മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ് അഥവാ കോർ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഇരുമ്പ്. ഓക്കെ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. മാന്റിലിന്റെയും കാമ്പിന്റെയും അതിർത്തി വരമ്പ്? മാന്റിലിന്റെയും കാമ്പിന്റെയും ആണ് ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത. ഓക്കെ. ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം? അതാണ് ഭൂവൽക്കം. ഭൂമിയുടെ പുറത്തുള്ള ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കം. എന്നൂടെ പറയാം. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. അന്താരാഷ്ട്ര വനവർഷം 2011. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖരാവസ്ഥയില്. മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലം ഏത്? ഇതാണ് കാമ്പ് അഥവാ കോർ. അടുത്ത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഇരുമ്പ്. മാന്റിലിന്റെ കാമ്പിന്റെ അതിർ വരമ്പ് അറിയപ്പെടുന്നത്? ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശിലയുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗം ഏത്? മാന്റിൽ. ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് മാന്റിൽ. ഓക്കെ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏത്? മാന്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് മാന്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാന്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. കേട്ടോ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാന്റിൽ. മാന്റിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നതാണ് ശിലാമണ്ഡലം. ലിത്തോസ്ഫിയർ. കേട്ടോ. ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. മാന്റിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഏകദേശ താപനിലയാണ് 15 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയെന്ന് വെച്ചാൽ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിന്റെ ചരിവ് എത്ര? 66. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിന്റെ ചരിവ് 66. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ലംബതലത്തിന്റെ ചരിവ് എത്ര? 23.5. അങ്ങനെയാണെങ്കിൽ കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. മറന്നു വരുത്. ഓക്കെ. ഭൂമിയുടെ പലായന പ്രവേഗം 11.2. പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എന്ത് സഞ്ചരിക്കണം? ഈ ഭൂമിയിൽ നിന്ന് ഒരു കല്ല് എന്തെന്താ സാധനമായിട്ട് പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് എടുത്ത് അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ എറിയണമെന്ന് വെച്ചാൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അത്രയും സ്പീഡിൽ എറിഞ്ഞാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത് ശ്രദ്ധിച്ചോ. ഭൂമിയുടെ ആകൃതി ഏത്? ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ഭൂമിയുടെ ആകൃതി വെച്ചാൽ ജിയോയിഡ്.
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? ലോഹം. ഭൂവൽക്കത്തിൽ അലുമിനിയം. അലുമിനിയം. മാറിപ്പോകരുത്. കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ശ്രദ്ധിച്ചോ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. ഈ ചോദ്യം എങ്ങനെയാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള കാണപ്പെടുന്ന ലോഹം ഏത്? ഭൂവൽക്കം ഏതാണ്? അലുമിനിയം. കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്കെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹരിതഗ്രഹ പ്രവാഹത്തിന് കൂടുതൽ കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത്. നൈലിന്റെ ദാനം ഈജിപ്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ. ഏറ്റവും നീളം കൂടിയ നദി നൈൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഭാരതപ്പുഴ. ജലം വഹിക്കുന്ന നദി. ഏറ്റവും വലിയ നദി എന്ന് വെച്ചാലും ഭാരതപ്പുഴയാണ്. ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. മാറിപ്പോരുത് കേട്ടോ. അടുത്ത് മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? ചിനൂക്ക്. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നാണ് ചോദിക്കുക, തെറ്റിപ്പോകരുത് കേട്ടോ. അപ്പൊ അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ഓക്കെ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സഹായിക്കുന്നതാണ് സാധ്യമാകുന്നതാണ് അയണോസ്ഫിയർ. അപ്പൊ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സഹായിക്കുന്നതാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരൻ എസ്.കെ. മിത്ര. അയണോസ്ഫിയറിന്റെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരനാണ് എസ്.കെ. മിത്ര. ഓർത്ത് അയണോസ്ഫിയറിന്റെ സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരൻ എസ്.കെ. മിത്ര. ഓക്കെ. ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ അഥവാ ധ്രുവ ദീപ്തിയുടെ ഉറവിടം എവിടെയാണ്? തെർമോസ്ഫിയർ. ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറയുടെ ഉറവിടം എവിടെയാണ്? തെർമോസ്ഫിയർ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. പറഞ്ഞത് സെപ്റ്റംബർ 2 നമ്മൾ പഠിച്ചു. നാളികേര ദിനം സെപ്റ്റംബർ 18 പഠിച്ചു. ലോക മുള ദിനം. ഓക്കെ. അടുത്ത ഓസോൺ വാതകം കണ്ടെത്തിയ വ്യക്തി ജോൺ ബെയ്ൻ. ഓസോൺ വാതകം കണ്ടുപിടിച്ച വ്യക്തിയാണ് ഷോൺ ബെയ്ൻ. ഓക്കെ. ഓസോണിലെ എത്ര ഓക്സിജൻ ഉണ്ട്? O3 3 ഉണ്ട്. ഓക്കെ. ഓസോണിൽ എത്രയാണ്? O3 3 ഉണ്ട്. ഓസോൺ പാളി കണ്ടെത്തിയ വ്യക്തി അത് 2 പേര്. ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സൺ. ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സൺ. പ്രീവിയസ് ചോദ്യം. ഓസോൺ പാളിയുടെ നിറമേത്? ഇളം നീല. ഓസോൺ പാളിയുടെ നിറം ഇളം നീല. മഴമേഘം എന്നറിയപ്പെടുന്ന മേഘം ഏത്? നിംബസ് മേഘം. മഴമേഘം എന്നറിയപ്പെടുന്ന മേഘം ഏതാണ്? നിംബസ് മേഘം. മഴമേഘം എന്നറിയപ്പെടുന്ന മേഘം നിംബസ് മേഘം. ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏത്? ആഗ്നേയശില. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയശില. ഫോസിലുകൾ കാണപ്പെടുന്ന ശില അവസാദശില. ഫോസിലുകൾ കാണപ്പെടുന്ന ശില അവസാദശില. ഓക്കെ. അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ഏതാണ്? ആഗ്നേയശില. അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശില. അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? അവസാദ ശിലകൾ. അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകൾ. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. ഓക്കെ. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. ജെറ്റ് വിമാനങ്ങൾ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായത് സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യം സ്ട്രാറ്റോസ്ഫിയർ. പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ സ്ട്രാറ്റസ്. പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ സ്ട്രാറ്റസ്. പഞ്ഞിക്കെട്ട് പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്നത് ക്യൂമുലസ്. പഞ്ഞിക്കെട്ട് പോലെ വ്യാപിച്ചു കിടക്കുന്നത് ക്യൂമുലസ്. മേഘങ്ങളെ കുറിച്ചുള്ള പഠനശാഖ നെഫോളജി. എന്നാൽ നെഫ്രോളജി എന്താണ്?
വൃക്കയില്ലേ? വൃക്കയെ കുറിച്ച് പഠനമാണ് ഇതിന് വല്ല- നെഫ്രോളജി കേട്ടോ. മോഡേൺ ന്യൂറോളജിയാ ന്യൂറോളജി നെർസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അത് മൂന്നും കണക്ട് ചെയ്ത് വരുന്നതാണ്, മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം. താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ അതല്ലേ സ്ട്രാറ്റസ് മേഘങ്ങൾ ഓർത്തോണം കേട്ടോ. അടുത്ത് ഒരു രണ്ടുമൂന്ന് കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കാം. MD വാസുദേവന് ജ്ഞാനപീഠം ലഭിച്ച വർഷം. അദ്ദേഹം മരിച്ചു പോയതാണ്. അതുകൊണ്ട് ആ ചോദ്യം വരാൻ കാരണം MD വാസുദേവന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 95. ഓർത്ത് വെച്ചോണ്ട് MD വാസുദേവന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1995. ആദ്യം MD വാസുദേവൻ ആദ്യം സംവിധാനം ചെയ്ത സിനിമ നിർമാല്യം 1973. MD വാസുദേവൻ ആദ്യമേ സംവിധാനം ചെയ്ത സിനിമ ചോദിച്ചാൽ നിർമാല്യം വർഷം 1973. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കറക്ഷൻ ക്ലിയർ ചെയ്യാണ്. പാരീസ് ഒളിമ്പിക്സ് 2024 എന്ത് നടന്നത്? പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ തെറ്റിച്ചാണ് പറഞ്ഞത്. 69 പറഞ്ഞു. യഥാർത്ഥത്തിൽ 71 സ്ഥാനം കേട്ടോ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71 സ്ഥാനം കേട്ടോ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. അങ്ങനെയാണെങ്കിൽ 2028 ഒളിമ്പിക്സ് നടക്കുന്ന എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. എവിടെയാണ്? അമേരിക്ക. ലോസ് ഏഞ്ചൽസ് അമേരിക്ക. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക. 2032 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയ. ഓക്കെ, ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ആണെങ്കിൽ പാരീസ് എവിടെ? ഏത് രാജ്യത്താ? ഫ്രാൻസ്. 2024 ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക. 2ാം സ്ഥാനം നേടിയ രാജ്യം ചൈന. 3ാം സ്ഥാനം നേടിയ രാജ്യം ജപ്പാൻ. ഓക്കെ, 1ാം സ്ഥാനം നേടിയത് അമേരിക്ക, 2ാം സ്ഥാനം നേടിയത് ചൈന, 3ാം സ്ഥാനം നേടിയത് ജപ്പാൻ. ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനം. ഒന്നുകൂടെ 2024 ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനം. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്ക. 2032 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. MD വാസുദേവന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 95. ആദ്യം സംവിധാനം ചെയ്ത സിനിമ നിർമാല്യം വർഷം 1973. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത് എന്ന്? 2025 മെയ് 2. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തതോ? ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തോ? 2025 മെയ് 2. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം. എന്താ നെയ്യാറ്റിൻകര താലൂക്ക്. ഏത് താലൂക്കാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. ഓക്കെ, അടുത്ത് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? 10 നോട്ടിക്കൽ മൈൽ. എത്രയാണ്? 10 നോട്ടിക്കൽ മൈൽ. അപ്പൊ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 10 നോട്ടിക്കൽ മൈൽ. ഓർത്തു വയ്ക്കാം, 10 നോട്ടിക്കൽ മൈൽ. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി അടുത്ത ചരക്ക് കപ്പൽ ഏതാണ്? ഷെൻഹുവ. 15. ഓക്കെ, എവിടെ നിന്ന്? ഏത് രാജ്യത്ത് നിന്നാണ്? ആ വാക്ക് കേൾക്കുമ്പോൾ ചൈന. ഷെൻഹുവ 15 ഏത് രാജ്യത്താണ്? ചൈന. പുറത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി അടുത്ത ചരക്ക് കപ്പൽ എന്ന് വെച്ചാൽ ഷെൻഹുവ 15 ചൈനയിൽ നിന്ന് കേട്ടോ. അങ്ങനെയാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ആദ്യമായി വന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. ട്രയൽ റൺ ആയിരുന്നു സാൻ ഫെർണാണ്ടോ. പുറത്തേക്കണം സാൻ ഫെർണാണ്ടോ. ഓക്കെ, കണ്ടെയ്നർ കപ്പലുകളുടെ ശേഷി അളക്കുന്ന അന്താരാഷ്ട്ര യൂണിറ്റ് ഏത്? അറിഞ്ഞൂടാ. TEU കേട്ടോ. ഓർത്തേക്കണം, കണ്ടെയ്നർ കപ്പലുകളുടെ ശേഷി അളക്കുന്ന അന്താരാഷ്ട്ര യൂണിറ്റ് ആണ് TEU കേട്ടോ. 20 ഫൂട്ട് ഇക്വാലന്റ് യൂണിറ്റ്. ഫുൾ ഫോം 20 ഫൂട്ട് ഇക്വാലന്റ് യൂണിറ്റ്. ഓർത്തേക്ക് 20 ഫൂട്ട് ഇക്വാലന്റ് യൂണിറ്റ് കേട്ടോ. എന്താണ് പറഞ്ഞത്? കണ്ടെയ്നർ കപ്പലുകളുടെ ശേഷി അളക്കുന്ന അന്താരാഷ്ട്ര യൂണിറ്റ് ആണ് TEU അഥവാ 20 ഫൂട്ട് ഇക്വാലന്റ് യൂണിറ്റ്. ഓക്കെ, വിഴിഞ്ഞത്തെത്തിയ 1000ാമത്തെ കപ്പൽ എന്ന് പറഞ്ഞാൽ ലോകത്താദ്യമായി ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കപ്പൽ വന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പ്രത്യേകത എന്താണ്? പ്രകൃതിയാ തന്നെ ഏറ്റവും കൂടുതൽ ആഴമുള്ള തുറമുഖമാണ് അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേട്ടോ.
അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 1000ാമത്തെ കപ്പൽ ഏതെന്ന് വെച്ചാൽ MSC ലൂസിയാന. MSC ലൂസിയാന. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 1000ാമത്തെ കപ്പൽ 100ാമത്തെ കപ്പലാണ് MSC ലൂസിയാന. MSC ലൂസിയാന. ഓക്കെ, വിഴിഞ്ഞത്ത് അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഇറീന. MSC ഇറീന. MSC ഇറീന. ഓർത്ത് വയ്ക്കാം കേട്ടോ. രണ്ടത് മന്ത്രിമാരാണ് നോക്കാം, കേന്ദ്രമന്ത്രിമാര്. ജസ്റ്റ് ഓർത്ത് നോക്കുക. പറയട്ടെ, ഏറ്റവും വലുത് പറയട്ടെ, നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. രാജ്യരക്ഷാ മന്ത്രി അഥവാ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് കേട്ടോ. കേന്ദ്ര രാജ്യരക്ഷാ മന്ത്രി ആരെന്ന് വെച്ചാൽ രാജ്നാഥ് സിംഗ് കേട്ടോ. കേന്ദ്ര രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് കിട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. കേന്ദ്ര അമിത് ഷാ. എല്ലാവർക്കും കിട്ടും. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ. അപ്പൊ കേന്ദ്ര രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്. ഓക്കെ, അടുത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത് ഷാ. ഇങ്ങനെ അടുത്ത് കിട്ടും റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി. റോഡ് ഗതാഗത നിതിൻ ഗഡ്കരി. ഇത് സ്ഥിരമായിട്ട് പത്രത്തിൽ വരുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് പറഞ്ഞു പോരുത്. റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ഓക്കെ, അടുത്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആര്? ആരോഗ്യം ജഗത് പ്രകാശ് നഡ്ഡ. ഓക്കെ, പ്രകാശ് നഡ്ഡ. അപ്പൊ നടന്നാൽ എന്ത് കിട്ടും? ആരോഗ്യം കിട്ടും, കുടുംബ ആരോഗ്യം കിട്ടും കേട്ടോ. കുടുംബ ആരോഗ്യം കിട്ടും, ഓർത്തേക്ക. അപ്പൊ അതുപോലെ അദ്ദേഹത്തിന് രാസവള മന്ത്രി കൂടെയാണ് ആര്? ഈ ജഗത് പ്രകാശ് നഡ്ഡ എന്ന് ഓർത്തേക്ക. ഓക്കെ, അടുത്ത് കാർഷിക ക്ഷേമ മന്ത്രി. കാർഷിക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കാർഷിക ക്ഷേമ മന്ത്രി ആരെന്ന് വെച്ചാൽ ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹം ഗ്രാമവികസന മന്ത്രിയും ഇദ്ദേഹമാണ്, ഓർത്തു വയ്ക്കുക. കാർഷിക ക്ഷേമ മന്ത്രിയും ഗ്രാമവികസന മന്ത്രിയും ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. അടുത്ത കേട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അടുത്ത കിട്ടും വിദേശകാര്യ മന്ത്രി. ജയശങ്കർ. വിദേശകാര്യമന്ത്രി ജയശങ്കർ. എന്നൂടെ പറയാം. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അമിത് ഷാ. റോഡ് ഗതാഗതം ഹൈവേ നിതിൻ ഗഡ്കരി. ആരോഗ്യ കുടുംബക്ഷേമം ജഗത് പ്രകാശ് നഡ്ഡ. കാർഷിക ക്ഷേമ ഗ്രാമവികസന ശിവരാജ് സിംഗ് ചൗഹാൻ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓക്കെ, അടുത്ത് ഭവന നഗരകാര്യ മന്ത്രി. നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ. ആരാണ്? മനോഹർ ലാൽ ഖട്ടർ. അടുത്ത് ഘനവ്യവസായ ഉരുക്ക് മന്ത്രി. HD കുമാരസ്വാമി. ഘനവ്യവസായ ഉരുക്ക് മന്ത്രി ആരെന്ന് വെച്ചാൽ ഉരുക്കാണെങ്കിൽ ആര്? HD കുമാരസ്വാമി. ഓർത്തേക്ക്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സ്ഥിരമായിട്ട് പത്രത്തിൽ വരുന്നത്, ഇപ്പൊ സ്ഥിരമായിട്ട് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന്റെ പേര് വരുന്ന കോക്രോച്ച് പാർട്ടി മറ്റേ സമരം നടത്തിയത് ഇദ്ദേഹത്തിനെതിരെയാണ്. പറഞ്ഞോ, പത്രം വായിക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശംസുദ്ദീൻ. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ശംസുദ്ദീൻ. മറന്നുവരുത്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ശംസുദ്ദീൻ കേട്ടോ. അടുത്ത തുറമുഖ കപ്പൽ ഗതാഗത വകുപ്പ് മന്ത്രി. തുറമുഖ കപ്പൽ ഗതാഗത വകുപ്പ് മന്ത്രി
പഠിച്ചതാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അറിയാം. സർബാനന്ദ സോനോവാൾ, സർബാനന്ദ സോനോവാൾ. തുറമുഖ കപ്പൽ ജല ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. ഓർത്തു വെച്ചോ, മറന്നു വരുത്. അടുത്ത് റെയിൽവേ മന്ത്രി അത് അശ്വിനി. അശ്വിനി കുമാർ. ഓക്കെ, റെയിൽവേ മന്ത്രിയാണ് അശ്വിനി കുമാർ. റെയിൽവേ മന്ത്രി അശ്വിനി കുമാർ. ഓക്കെ, അടുത്ത ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ടെക്സ്റ്റൈൽ ഗിരിരാജ് സിംഗ്. ഗിരിരാജ് സിംഗ്. ഓക്കെ, ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ്. ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ്. ഓക്കെ, ഗോത്രകാര്യ മന്ത്രി ഗോത്രകാര്യ ജുവൽ ഒറാം. ജുവൽ ഒറാം. ഓക്കെ, ഗോത്രകാര്യ മന്ത്രി ജുവൽ ഒറാം. ഓർത്തെങ്കിലും ഗോത്രകാര്യ മന്ത്രി ജുവൽ ഒറാം. ക്ലിയർ? ഇനി മന്ത്രി ആരുണ്ട്? ഇപ്പൊ നമുക്ക് ഇതിലേ നിർത്താം. ഇനിയുള്ളതൊക്കെ അറിയായിരുന്നു. ഒന്നുകൂടെ പറയാം. പവന നഗരകാര്യ ഊർജ മന്ത്രി മനോഹർലാൽ ഖന വ്യവസായ ഉരുക്ക് മന്ത്രി എച്ച് ഡി കുമാരസ്വാമി. കുമാരസ്വാമി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, അടുത്ത് ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ്. ഓക്കെ, തുറമുഖ കപ്പൽ സോനാവാൽ. സർബാനന്ദ സോനോവാൾ. റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി കുമാർ. ക്ലിയർ.